even after 75 years, FRP, even after 75 years, FRP hand layup is the most important FRP processing method. ഇതിനകത്ത് പറയുന്നത് 75 വർഷത്തിന് ശേഷവും FRP ഉണ്ടാക്കാൻ തുടങ്ങി 75 വർഷത്തിന് ശേഷം ഇന്നും FRP ഹാൻഡ് ലേയപ്പ് പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹാൻഡ് ലേയപ്പ് പ്രോസസ്സ്. കീൻ പോയിന്റ്സ് ഒന്നും കൂടെ ഒന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും കൂടെ നോക്കാം. 75 ഇയേഴ്സ് FRP, അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതുണ്ടാക്കാൻ തുടങ്ങി 75 വർഷമായിട്ടും ഇന്നും FRPയിൽ നമുക്ക് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് FRP പ്രോസസ്സിങ് മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹാൻഡ് ഉപയോഗിച്ച് തന്നെയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഹാൻഡ് ലെയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പമാണ് ഹാൻഡ് ലെയർ പ്രോസസ്സ്. കൈകൾ കൊണ്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് FRP പ്രോസസ്സിങ് മെത്തേഡായിട്ട് നമ്മൾ അതിനെ കാണുന്നു. പിന്നെ ഇത് തുടങ്ങിയത് 1937 ഇത് തുടങ്ങിയത്. അപ്പോൾ 1937 തുടങ്ങി ഈ പ്രോസസ്സ് ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ ഹാൻഡ് ലേപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പ്രോസസ്സിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇനി മോൾഡ്സിലേക്ക് പോകാം. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ. മോൾഡ്സ്. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതാം. The molds. The product will have a smooth finish only on the side that is in contact with the mold. The product will have smooth finish. Productine smooth finish ഉണ്ടാവും. The product will have smooth finish only on the side that is in contact with the mold. The product will have smooth finish. Productine smooth finish ഉണ്ടാവും only on the side. ഏത് സൈഡിൽ? only on the side the product is in contact with mold. മോൾഡിനോട് കോണ്ടാക്റ്റ് ആയിരിക്കുന്ന സൈഡിലാണ് പ്രൊഡക്റ്റിന് സ്മൂത്ത് ഫിനിഷ് ഉണ്ടായിരിക്കുന്നത്. The choice of mold, a male or female, depends on which side of the product must have good finish. The choice of the moldന്റെ choice, the choice of the mold, a male or female, depends on the side of the product which must have good finish. ഇതിൽ പറയുന്നത് മോൾഡിൻ്റെ ഏത് സൈഡിലാണോ ഗുഡ് ഫിനിഷ് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ മോൾഡ് സെലക്ട് ചെയ്യുന്നത്. അതിൽ മെയിൽ പാറ്റേണോ ഫീമെയിൽ പാറ്റേണോ ഉള്ള മോൾഡ് വേണമെന്ന് നമുക്കവിടെ ഡിസൈഡ് ചെയ്യാം. For a glossy or gloss matte or textured finish, the mold should have similar finish. ഒരു ഗ്ലോസി ഫിനിഷിനോ അല്ലെങ്കിൽ ഒരു ഗ്ലോസി മാറ്റ് ഫിനിഷിനോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷിനോ the mold should have similar finish. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൽ മാറ്റ് ഫിനിഷ് വേണോ, ഗ്ലോസി ഫിനിഷ് വേണോ, ഗ്ലോസി മാറ്റ് ഫിനിഷ് വേണോ, അതോ ടെക്സ്റ്റേർഡ് ഫിനിഷ് വേണോ, അതിനനുസരിച്ച് മോൾഡിലും നമുക്ക് ആ സെയിം ഫിനിഷ് വേണം എന്നാണ് പറയുന്നത്. ആ പോയിന്റ് ഒന്ന് ഞാനിവിടെ എഴുതാം കേട്ടോ.
സെലക്ട് ചെയ്യുമ്പോൾ സ്മൂത്ത് ഫിനിഷിങ് ഓൺ വൺ സൈഡ്, മോൾഡിൻ്റെ ഒരു സൈഡിൽ സ്മൂത്ത് ഫിനിഷിങ് വരും, അത് തന്നെ പ്രൊഡക്റ്റിൻ്റെ വൺ സൈഡിലും വരും. ദ ചോയ്സ് ഓഫ് മോൾഡ് പാറ്റേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൊഡക്റ്റ്. ചോയ്സ് ഓഫ് മോൾഡ് പാറ്റേൺ, മോൾഡിൻ്റെ പാറ്റേൺ ഡിപ്പെൻഡ് ചെയ്യും പ്രൊഡക്റ്റിനനുസരിച്ച്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മോൾഡിൻ്റെ ആ പാറ്റേൺ അനുസരിച്ചാണ് നമുക്ക് മെയിൽ ഫീമെയിൽ മോൾഡ് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അടുത്തത് ഗ്ലോസി മാറ്റ് അല്ലെങ്കിൽ ടെക്സ്ചർ ഫിനിഷ് വേണോ, മോൾഡ് ഷുഡ് ഹാവ് സിമിലർ ഫിനിഷ്. അങ്ങനത്തെ എന്തെങ്കിലും ഗ്ലോസി, ടെക്സ്ചർ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് മോൾഡിൽ വേണമെങ്കിൽ, അല്ല പ്രൊഡക്റ്റിൽ വേണമെങ്കിൽ മോൾഡിൽ ആ ഒരു ഫിനിഷ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മോൾഡിൽ അങ്ങനെ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മളിവിടെ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മോൾഡ് മേക്കിംഗ് ആണ്. മോൾഡ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മോൾഡ് മേക്കിംഗ്. Material used for mold making. The molds can be made up of. Okay, ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. The mold can be made of plaster of Paris, wood, FRP, epoxy or metals are needed when heating is essential. Metals ആവശ്യമാണ് when heating is essential. ഇവിടെ പറഞ്ഞ മോൾഡ് ക്യാൻ ബി മെയ്ഡ് അപ്പ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വുഡ്, FRP. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വുഡ്, FRP ഒക്കെയാണ് മോൾഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്. എപ്പോക്സി ഓർ മെറ്റൽസ്, എപ്പോക്സി മെറ്റൽസും നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പം 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് മോൾഡ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്? ദ മോൾഡ് ക്യാൻ ബി മെയ്ഡ് അപ്പ് ഓഫ് പ്ലാസ്റ്റിക്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. മോൾഡ് ക്യാൻ ബി മെയ്ഡ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഒന്നാമത്തത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, രണ്ടാമത്തത് വുഡ്, മൂന്നാമത്തത് FRP, നാലാമത്തത് മെറ്റൽ ഓർ എപ്പോക്സിസ്. മെറ്റൽ അല്ലെങ്കിൽ എപ്പോക്സിയുടെ സഹായം കൊണ്ട് നമുക്ക് മോൾഡ് മേക്ക് ചെയ്യാം. അപ്പോൾ മോൾഡ് മേക്ക് ചെയ്യാൻ വേണ്ടത് ഒന്നാമത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, രണ്ടാമത്തെ FRP, മൂന്നാമത്തത് വുഡ്, നാലാമത്തത് എപ്പോക്സി ഓർ മെറ്റൽ. അപ്പോൾ ഈ പറഞ്ഞ 4 അല്ലെങ്കിൽ 5 പ്രൊഡക്റ്റിൻ്റെ സഹായത്തോണ്ട് നമുക്കിത് ചെയ്യാം. മെറ്റൽസ് ആർ നീഡഡ് വെൻ ഹീറ്റിംഗ് ഈസ് എസെൻഷ്യൽ. മെറ്റൽസിൻ്റെ ആവശ്യം മോസ്റ്റ്ലി വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചൂട് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ മെറ്റൽസ് ആർ നീഡഡ്. മെറ്റൽസ് ആവശ്യമുള്ളത് വെൻ ഹീറ്റിംഗ് ഈസ് എസെൻഷ്യൽ. ദ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മോൾഡ് ഈസ് ഗുഡ് ഫോർ 1 or at best 2 products because the mold tends to break during release of the product. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നല്ലതാണ്. മോൾഡ് ഈസ് ഗുഡ് ഫോർ 1 at the best 2 products. 1-2 പ്രൊഡക്റ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗം, പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടുതൽ ഉപയോഗം വരുന്നതുകൊണ്ട് റിലീസിങ് ടൈമിൽ പ്രൊഡക്റ്റ് ടു ബ്രേക്ക്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് റിലീസിങ് ടൈമിൽ. അതുകൊണ്ട് നമുക്ക് ഒരു ടെമ്പററി യൂസേജ് 1-2 പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരിക്കും ബെറ്റർ. പക്ഷേ 1-2 കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ബ്രേക്കേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വുഡൻ മോൾഡ് റിക്വയർ ഫിനിഷിംഗ് വർക്ക് ആഫ്റ്റർ എവറി സൈക്കിൾസ്. വുഡൻ മോൾഡ് റിക്വയർ ഫിനിഷിംഗ് വർക്ക്. വുഡൻ മോൾഡ് റിക്വയർ ഫിനിഷിംഗ് വർക്ക് ആഫ്റ്റർ എവറി സൈക്കിൾ. വുഡൻ മോൾഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഒരേ പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഫിനിഷിംഗ് വർക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പം മോൾഡ് മേക്കിങ്ങിൽ വുഡൻ മോൾഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും അതിൻ്റെ ഉപയോഗം കഴിയുമ്പോഴും പ്രൊഡക്റ്റ് ഫോം ചെയ്ത് റിലീസ് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ അകത്ത് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമുണ്ട്. FRP ആൻഡ് കാസ്റ്റ് എപ്പോക്സി മോൾഡ്സ് ആർ ഐഡിയൽ ഫോർ ഇൻട്രിക്കേറ്റ് ഷേപ്പ്. FRPയും അതുപോലെ കാസ്റ്റ് എപ്പോക്സി മോൾഡ്സ് ആർ ഐഡിയൽ ഫോർ ഇൻട്രിക്കേറ്റ് ഷേപ്പ്. ഇൻട്രിക്കേറ്റ് ഷേപ്സ് ആണെങ്കിൽ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഷേപ്സ് ആണെങ്കിൽ FRP അല്ലെങ്കിൽ കാസ്റ്റ് എപ്പോക്സി മോൾഡ്സ്. FRP അല്ലെങ്കിൽ കാസ്റ്റ് എപ്പോക്സി മോൾഡ്സ് ആർ ഐഡിയൽ ഇൻട്രിക്കേറ്റ് ഷേപ്സിന് ഐഡിയൽ ആയിട്ടുള്ളത് FRP അല്ലെങ്കിൽ എപ്പോക്സി കാസ്റ്റ് മോൾഡ്സ് ആണ്. കാസ്റ്റ് എപ്പോക്സി മോൾഡ്സ് ആണ് ഐഡിയൽ എന്നാണ് പറയുന്നത്. ഫോർ എവറി ഇമ്പോർട്ടൻറ്റ് വർക്ക് മെറ്റൽസ് ആർ
പ്രിഫേർഡ്. എല്ലാ ഇമ്പോർട്ടൻറ്റ് വർക്കിനും വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിന് മെറ്റൽ മോൾഡാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എപ്പോക്സി ഈസ് ബെറ്റർ ദാൻ പോളിസ്റ്റർ, ലെസ് ഷ്രിങ്കേജ് ആൻഡ് ചിപ്പിംഗ് ഓഫ് മോൾഡ് സർഫേസ്. എപ്പോക്സി ബെറ്റർ ആണ് ദാൻ പോളിസ്റ്ററിനേക്കാളും എപ്പോക്സിയാണ് ബെറ്റർ. ലെസ് ഷ്രിങ്കേജ് കുറവാണ്. അതുപോലെ ചിപ്പിംഗ് ഓഫ് മോൾഡ് സർഫേസും കുറവാണ്. ചിപ്പിംഗ് ഓഫ് മോൾഡ് സർഫേസ് ഓക്കെ, ശ്രിങ്കേജും ചിപ്പിംഗ് ഓഫ് മോൾഡ് സർഫേസും കുറവാണ് എപ്പോക്സിയിൽ. അത് പോളിസ്റ്ററിനേക്കാളും ബെറ്റർ ആണെന്നാണ് പറയുന്നത്. The thickness of the mold shall be such that it should not deform excessively during layup. Thickness of moldന്റെ thickness shall be such that it should not deform excessively during layup. Moldന്റെ thickness should not, okay, the thickness of mold shall be such that it should not, മോൾഡിൻ്റെ തിക്നെസ് എന്തോരം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ഡിഫോം, അത് ഡിഫോം ആവാൻ പാടില്ല എക്സസീവ്ലി ഡ്യൂറിങ് ലേയപ്പ് ചെയ്യുമ്പോൾ അത് എക്സസീവ്ലി ഡിഫോം ആവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ട തിക്നെസ് മോൾഡിനുണ്ടായിരിക്കണം. പ്രസ്സിങ് ഇഫ് എനി ആൻഡ് റിലീസിങ് ദ മോൾഡ് കമ്പോണൻസ് ഓഫ് ഹാൻഡ് ലെയർ. പ്രസ്സിങ് ഇഫ് എനി, പ്രസ് ചെയ്യണം. പ്രസ്സിങ് ഇഫ് എനി ആൻഡ് റിലീസിങ് ദ മോൾഡിങ് കമ്പോണൻസ് ഓഫ് ഹാൻഡ് ലെയർ. ഇഫ് എനി, പ്രസ്സിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പ്രസ് ചെയ്യണം. ഡ്യൂറിങ് റിലീസിങ് ദ മോൾഡ് കോമ്പണൻസ് ഓഫ് ഹാൻഡ് ലെയർ. പ്രസ്സിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മോൾഡ് റിലീസിങ്ങിൻ്റെ സമയത്ത് ഹാൻഡ് ലെയറിൻ്റെ അകത്ത് പ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി റിലീസ് ഫിലിം ഓഫ് ലേയപ്പിൻ്റെ റിലീസ് ഫിലിം. ഓക്കെ, ഇവിടെ നമ്മൾ റിലീസ് ഫിലിം ഓഫ് ലേയപ്പിൻ്റെ റിലീസ് ഫിലിമിനെ കുറിച്ചാണ് നമ്മൾ റിലീസ് ഫിലിം ഓഫ് ലേയപ്പിൻ്റെ റിലീസ് ഫിലിമിനെ കുറിച്ചാണ് പറയുന്നത്. റിലീസ് ഓഫ് മോൾഡിംഗ് ഫ്രം ദ മോൾഡ് സർഫേസ് ക്യാൻ ബി എഫക്റ്റഡ് ബൈ റിലീസ് ഓഫ് മോൾഡിംഗ് ഫ്രം ദ മോൾഡ് സർഫേസ്. മോൾഡ് സർഫേസിൽ നിന്ന് മോൾഡിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുമ്പോൾ ക്യാൻ ബി എഫക്റ്റഡ് ബൈ എ റിലീസ് ലെയർ ഓഫ് വാക്സ് ഓർ PVA. അപ്പോൾ അതിൻ്റെ അകത്തൊരു നമുക്ക് വേണമെങ്കിൽ ഒരു വാക്സിൻ്റെയോ PVAയുടെ ഒരു ലെയർ കൊടുക്കാം. അപ്പോൾ മോൾഡ് റിലീസ് സർഫേസിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്താണ് വേരിയേഷൻ വരുന്നത്. തിൽ ഫിലിം ലൈക്ക് മൈലോർ ഷീറ്റും ഉപയോഗിക്കാം. അതൊന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. മൈലോർ ഷീറ്റ്, എ തിൻ ഫിലിം ഓഫ് മൈലോർ ഷീറ്റ് അതിൻ്റെ അകത്ത് റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് കാസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ റിലീസിൻ്റെ 2 ടൈപ്പ് അതൊക്കെയാണ്. നേരത്തെ പറഞ്ഞ പോയിന്റ്, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മോൾഡ് മേക്കിംഗ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മോൾഡ് മേക്കിംഗ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കും, നമ്മൾ വുഡ് ഉപയോഗിക്കും, FRP ഉപയോഗിക്കും, എപ്പോക്സി ഓർ മെറ്റൽ ഉപയോഗിക്കും. ടെമ്പററി യൂസേജ് 1-2 പ്രാവശ്യം ചെയ്യാനാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉപയോഗിക്കാം. അതിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഡീക്കേ ആയി അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വുഡ് ഉപയോഗിച്ചാൽ നമ്മൾ അതിൻ്റെ അകം ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും പോളിഷ് ചെയ്യണം. FRP അല്ലെങ്കിൽ എപ്പോക്സി മെറ്റൽ ഐഡിയൽ ആണ് ഇൻട്രിക്കേറ്റ് ഷേപ്സിന്. FRP അല്ലെങ്കിൽ എപ്പോക്സി കാസ്റ്റ് ആണ് ഐഡിയൽ ഫോർ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഷേപ്സിന് വേണ്ടി. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക് മെറ്റൽസിനാണ്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വർക്കാണെങ്കിൽ നമ്മൾ മെറ്റലും കൊണ്ട് മോൾഡ് ഉണ്ടാക്കുന്ന കാര്യം ചിന്തിക്കും. അതുപോലെ തന്നെ പ്രസ്സിങ് ആവശ്യമാണെങ്കിൽ നമ്മൾ മോൾഡ് റിലീസിങ്ങിന് അത് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ്സിങ് ആർ റിക്വയർഡ്. പ്രസ്സിങ് ആവശ്യമാണെങ്കിൽ നമ്മൾ അതിന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നാൽ അത് ചെയ്യണം. റിലീസ് ലെയർ ആയിട്ട് നമ്മൾ വാക്സ് അല്ലെങ്കിൽ PVA, ഒരു റിലീസ് ലെയർ ആയിട്ട് നമ്മൾ വാക്സ് അല്ലെങ്കിൽ PVA ആണ് നമ്മൾ കൊടുക്കുന്നത്. വാക്സും നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് PVA അപ്ലൈ ചെയ്യും. സോ റിലീസിങ് ഫിലിം ഓഫ് ലെയർ. റിലീസിങ് മോൾഡിംഗ് ഫ്രം മോൾഡ് സർഫേസ് ക്യാൻ ബി അഫക്റ്റഡ് ബൈ ഒന്നാമത്തത് വാക്സ് ഓർ PVA, രണ്ടാമത്തത് തിൻ ഫിലിം ലൈക്ക് മൈലർ ഷീറ്റ് എന്നാണ് പറയുന്നത്. മൈലർ ഷീറ്റ് ഇതാണ് രണ്ടാമത്തത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞതിൻ്റെ അകത്ത് വാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വാക്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്സ് തന്നെയാണ്. അത് നമ്മൾ സാധാരണ ക്യാൻഡിലൊക്കെ ഉപയോഗിക്കുന്ന വാക്സ്. ഈ മൈലർ ഷീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മൈലർ പോളിസ്റ്റർ ഫിലിം, അതൊരു പോളിസ്റ്റർ ഫിലിമാണ്. ഇൻ റിയാലിറ്റി മൈലർ ബ്രാൻഡ് ഈസ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഓൺഡ് ബൈ ഡ്യൂപോൺ ടെജിൻ ഫിലിംസ്. അപ്പോൾ മൈലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലർ ബ്രാൻഡാണ്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഓൺഡ് ബൈ ഡ്യൂപോൺ ടെജിൻ ഫിലിംസ്. ഡ്യൂപോൺ ടെജിൻ ഫിലിം ഓൾ ചെയ്യുന്ന രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ബ്രാൻഡാണത്. ഫോർ എ സ്പെസിഫിക് ഫാമിലി ഓഫ് പ്ലാസ്റ്റിക് ഷീറ്റ്, ഒരു സ്പെസിഫിക് ഫാമിലി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പ്രൊഡക്റ്റ് മെയ്ഡ് ഫ്രം ദ റെസിൻ പോളിയെത്തിലിൻ ടെട്രാപ്തലേറ്റ്, റെസിൻ ആയിട്ടുള്ള പോളിയെത്തിലിൻ ടെട്രാപ്തലേറ്റ് പെറ്റിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. ദേ ആർ ട്രൂ ജനറിക് ടേം ഫോർ ദിസ് മെറ്റീരിയൽ, അതാണ് അതിൻ്റെ ട്രൂ ജനറിക് ടേം ഫോർ ദ മെറ്റീരിയൽ ആർ ഈതർ പോളിയസ്റ്റർ ഫിലിം ഓർ പ്ലാസ്റ്റിക് ഷീറ്റ്. പോളിയസ്റ്റർ ഫിലിമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെയാണത്. ഇപ്പോൾ അതിൻ്റെ ഒരു വാട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് മൈലാർ എന്ന് ചോദിക്കുമ്പോൾ, മൈലാർ പോളിയസ്റ്റർ ഫിലിം ഈസ് മെയ്ഡ് ബൈ പോളിയെത്തിലിൻ ടെട്രാപ്തലേറ്റ് പെറ്റ്. നമ്മൾ ബോട്ടിൽസിനൊക്കെ ഉപയോഗിക്കുന്ന സെയിം പെറ്റ് തന്നെയാണ് ഈ പറഞ്ഞ മൈലാർ ഷീറ്റ് എന്ന് പറയുന്നത്. അതൊരു രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിം ആയതുകൊണ്ട് അതിൻ്റെ ബ്രാൻഡ് പേരാണ് മൈലാർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്.